ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലർക്കും അറിയുണ്ടാവും, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനായി. കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു, കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ മോണിറ്റൈസ് ആക്കിയത്. അപ്പോൾ ഇതിനൊരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 4 കൊല്ലം മുന്നാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 4 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. വെറുതെ ഞാൻ ഹൗ ടു അൺലോക്ക് ആൻ ഐഫോൺ വിത്തൗട്ട് പാസ്കോഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ കണ്ട് വെറുതെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് ചെറിയൊരു ഉടായ്പ പരിപാടിയാണ്, പോസ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അതേപോലെ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ അതും പിന്നെ ഒരു ലാൻഡ് പൊല്യൂഷൻ്റെ ഒരു വീഡിയോ, അത് സ്കൂളിലത്തെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചെയ്തിരുന്നു. അതും ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ആ 2 വീഡിയോസിനും 10,000 12,000 വ്യൂസൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത് കൊള്ളാല പരിപാടി. ഇത് ഞാൻ വെറുതെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടപ്പോൾ ഇതിന് 10,000 12,000 വ്യൂസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഒന്നും കൂടി എഫേർട്ട് എടുത്തിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടിക്കൂലേ, അങ്ങനെ ഒരു മൈൻഡ് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ, എനിക്ക് വ്യൂസ് കിട്ടണില്ല. 200 300 മാക്സ് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് കോണ്ടാക്ട്സിലുള്ളവർ കാണുക എന്നല്ലാതെ പുറത്തുനിന്ന് ആരും കാണുന്നില്ല. മാക്സിമം 300 200 വ്യൂസൊക്കെ കിട്ടണുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കൊരു മടി വന്നു. ഞാൻ എത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും ഒരു 200 300 വ്യൂസൊക്കെ കിട്ടണുള്ളല്ലോ എന്നുള്ള ഇതിൽ പിന്നെ മടിയായി. ഞാൻ പിന്നെയും നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിലുള്ള യൂട്യൂബിലൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഇതേമാതിരി ഒരു ദിവസം ഒരു സ്റ്റോറി ഇട്ട്, എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായി പൈസ കിട്ടി എന്നുള്ളൊരു സ്റ്റോറി ഇട്ട്. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയോ, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് കുറേ ആളുകൾ അന്വേഷിച്ചു. അപ്പോൾ അവന് കുറേ പറഞ്ഞെന്ന് ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ചെയ്യണം, എന്നാലും പൈസ കിട്ടും എന്നുള്ള. അപ്പോൾ എനിക്കൊരാഗ്രഹമായി, ഞാൻ ഒന്നും കൂടി എന്തിനാണ് നിർത്തിയത്, ഒന്നും കൂടി ട്രൈ ചെയ്തോലെ എനിക്കും യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിക്കൂടെ എന്നൊരു ആഗ്രഹമായി. പിന്നെ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ നിർത്തിയിട്ടില്ല. അന്ന് അത്രയ്ക്കും മനസ്സിലൊരാഗ്രഹം വന്ന് യൂട്യൂബിൽ എങ്ങനെയെങ്കിലും എത്ര എഫേർട്ട് എടുത്തിട്ടായാലും യൂട്യൂബിൽ നിന്ന് എനിക്കൊരു ഇൻകം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും അതിന് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമായി. പിന്നെ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്ക് ഇതേപോലെ തന്നെ 200 300 വ്യൂസ് മാക്സിമം കിട്ടണുള്ളൂ. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു വീഡിയോ ക്ലിക്കാവാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ സംഭവിച്ചു. പിന്നെ എൻ്റെ ഞാൻ ബൈക്കിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ക്ലിക്കായി. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, എങ്ങനെയോ ക്ലിക്കായി. ഇപ്പോൾ ആ വീഡിയോക്ക് ഏകദേശം 75,000 വ്യൂസിൻ്റെ അടുത്തായി. ആ ഒരൊറ്റ വീഡിയോ ആണ് എൻ്റെ ടോട്ടൽ മാറ്റിമറിച്ചത്. അതായത് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ഈ മോണിറ്റൈസേഷന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4,000 ഹവേഴ്സ് വാച്ച് ടൈമാണ് നമുക്ക് ഈ ഒരു യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സബ്സ്ക്രൈബേഴ്സ് 1000 ആവണം. അതുപോലെ തന്നെ വാച്ച് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതൊരാൾ സ്കിപ്പൊന്നും ചെയ്യാതെ ഫുള്ളിരുന്ന് കണ്ട്, സ്കിപ്പൊന്നും ചെയ്യാതെ, അപ്പോൾ എനിക്ക് എത്രയായി? 10 മിനിറ്റ് വാച്ച് ടൈമായി. അതുപോലെ ഒരു 6 ആൾ കൂടി ഫുള്ളിരുന്ന് കണ്ട്, 10 മിനിറ്റ് ഫുള്ളിരുന്ന് കണ്ട്, അപ്പോൾ എനിക്ക് എത്രയായി? 1 ഹവർ വാച്ച് ടൈമായി. പക്ഷേ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വാച്ച് ടൈം കുറയട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഫുള്ളായിട്ട് ഇരുന്ന് കാണുകയാണെങ്കിൽ. അങ്ങനെ 6 ആൾ 10 മിനിറ്റിൻ്റെ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടാൽ എനിക്ക് 1 ഹവർ വാച്ച് ടൈമായി. അങ്ങനെ 4,000 ഹവേഴ്സ് ആവണം. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഈ 100 200 വ്യൂസ് കിട്ടുന്ന അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ. അതും വേറൊരു ടാസ്ക് എന്ന് വെച്ചാൽ, നമ്മൾ 1 ഇയറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് വലിയ ടാസ്ക്. കാരണം നമ്മളിപ്പോൾ ഇന്ന് ചാനൽ തുടങ്ങിയിട്ട് അടുത്ത വർഷം ഈ ദിവസം ആകുമ്പോൾ നമുക്ക് 3600 വാച്ച് ടൈം ആയിട്ടുള്ളൂ എങ്കിൽ, അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഓരോ ദിവസം നമ്മളെ വാച്ച് ടൈമും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത അടുത്ത കൊല്ലം ഈ ദിവസം വരെ എനിക്ക് 3600 ആയിട്ടുള്ളൂ. പിന്നെ വരുന്ന ഓരോ ദിവസത്തിലും നമ്മൾ ചെയ്ത വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞു പോകും. അതായത് 3600 അന്ന് കിട്ടിയ വാച്ച് ടൈമിൻ്റെ കുറഞ്ഞ് അങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മാക്സിമം 1 ഇയറിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എനിക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ, ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ കുറേ വാച്ച് ടൈം ഉണ്ട് എല്ലാ വീഡിയോസും കൂടി. പക്ഷേ
എൻ്റെ കുറേ വീഡിയോസ് 1 ഇയറിന് മുന്നുള്ളതായാണ്. ഞാൻ 4 കൊല്ലം മുന്നേ തുടങ്ങിയാണ്. അപ്പോൾ 1 ഇയറിന് മുന്നുള്ള ഓരോ വാച്ച് ടൈം എനിക്ക് മിസ്സായി. എനിക്ക് 1 ഇയറിന് ഉള്ളിലുള്ളതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴും ആ ഗിയർ ഷിഫ്റ്റിൻ്റെ ഒറ്റ വീഡിയോ മതി എനിക്ക് ആ വാച്ച് ടൈം ഫുള്ളി സെറ്റ് ആവാൻ. അപ്പോൾ അതാണ് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാം ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ്സ് വഴിയാണ്. യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 3 ആൾക്കാരുണ്ട്. അതായത് യൂട്യൂബും നമ്മളെ ക്രിയേറ്റേഴ്സും പിന്നെ അഡ്വർടൈസേഴ്സും. ഇതിലിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അഡ്വർടൈസേഴ്സ് അവരുടെ പരസ്യങ്ങൾ യൂട്യൂബിനെ കൊടുക്കും. ഈ യൂട്യൂബ് നമുക്ക് നമ്മളെ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിന് മുന്നേ അഡ്വർടൈസ്മെൻറ്റ്സ് തരും. അങ്ങനെ ഈ അഡ്വർടൈസേഴ്സ് യൂട്യൂബിനൊരു പേയ്മെൻറ്റ് കൊടുക്കും ഈ അഡ്വർടൈസ്മെൻറ്റ്സിന്. ആ പേയ്മെൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജാണ് നമുക്ക് യൂട്യൂബ് തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്കാണ് നമ്മളെ ഈ ഡോളേഴ്സ് കയറുക. ഇപ്പോൾ ഈ ഡോളേഴ്സിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതാണ്. യൂട്യൂബ് നമ്മളെ ചാനൽ റിവ്യൂ ചെയ്യും. അതായത് അത് 2-3 ദിവസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. യൂട്യൂബ് നമ്മളെ ചാനൽ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷൻ അപ്രൂവൽ തരുള്ളൂ. 2 ദിവസം എടുത്ത് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അപ്രൂവൽ കിട്ടിയത്. പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാകും. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. കോപ്പിറൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വേറൊരാളെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വേറൊരു മ്യൂസിക് റീയൂസ്ഡ് കണ്ടൻറ്റ്സ് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ കോപ്പിറൈറ്റ്സ് കിട്ടും. കോപ്പിറൈറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്രൂവൽ കിട്ടാൻ. നമ്മൾ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. ഞാൻ കോപ്പിറൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ റെഡിയായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിന് നമ്മൾ മോണിറ്റൈസേഷൻ ഓണാക്കി എല്ലാ വീഡിയോസിനും മോണിറ്റൈസേഷൻ ഓണാക്കുക. അപ്പോൾ നമ്മളെ വീഡിയോസിന് അഡ്വർടൈസ്മെൻറ്റ്സ് വന്നു തുടങ്ങും. അങ്ങനെ ഇപ്പോൾ ഈ പൈസ കിട്ടുന്ന ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വ്യൂവിന് $0.01 വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറവല്ലേ എന്ന്. അല്ല, നമ്മൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര കിട്ടുകയാണെങ്കിലും 1000 വ്യൂസിന് $5 to $18 വരെ കിട്ടും. പിന്നെ ഇതിപ്പോൾ ഓരോ കൺട്രി വൈസിലൊക്കെ വ്യത്യാസം വരും ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം. അതായത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് എൻ്റെ ഒരു വീഡിയോ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അമേരിക്കൻ കമ്പനീസിൽ അവരെ അഡ്വർടൈസ്മെൻറ്റ്സിന് അവർ ചിലപ്പോൾ $5 ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ കാണുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കമ്പനികൾ ചിലപ്പോൾ ചെറിയ എമൗണ്ടൊക്കെ ആയിരിക്കും അഡ്വർടൈസ്മെൻറ്റ്സിന് പേയ്മെൻറ്റ് കൊടുക്കുക. അതിനൊരു ചെറിയ എമൗണ്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവിടുന്ന് നമുക്ക് ഓരോ ക്ലിക്കിനും നല്ല എമൗണ്ട് ഡോളേഴ്സ് കിട്ടും. പക്ഷേ കേരളത്തിൽ നിന്നാണെങ്കിൽ കുറയും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ $10 ആയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ അഡ്രസ്സിലേക്ക് ആഡ്സെൻസിൻ്റെ ഒരു ഗൂഗിളിൻ്റെ ഒരു പിൻ കോഡ് വരും. ആ പിൻ കോഡ് നമ്മളെ കയ്യിൽ കിട്ടും. 1 മാസം എടുക്കും നമ്മൾ അത് എത്താൻ. അങ്ങനെ ആ പിൻ കോഡ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ പിൻ കോഡ് നമ്മൾ അതിൽ എൻ്റർ ചെയ്താലേ നമുക്ക് അപ്രൂവൽ ആവുള്ളൂ വെരിഫൈ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ $100 ആവണം നമുക്ക് ഫസ്റ്റ് വിത്ഡ്രോ ചെയ്യാൻ. നമ്മൾ എത്ര 1 lakh വ്യൂസിനാണ് $50 കിട്ടുക. അപ്പോൾ ഇന്നെപ്പോലത്തെ ഒരാളാണെങ്കിൽ ഞാൻ 5 വീഡിയോ ചെയ്താൽ എനിക്ക് 1000 വ്യൂസ് ആവുള്ളൂ. പക്ഷേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ക്ലിക്കായ പോലെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ക്ലിക്കാക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ $100 ഞാൻ ആക്കിയെടുത്തിട്ട് അത് ഫസ്റ്റ് എനിക്ക് എന്തായാലും ഉണ്ടാക്കിയിരിക്കും. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. നമ്മൾ വ്യൂസ് കുറവാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും ഒരു ദിവസം ഒരു വീഡിയോ എന്തായാലും ക്ലിക്കാവും. അതുകൊണ്ട് വ്യൂസ് കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിർത്തരുത്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. പിന്നെ ഒരാൾ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് 200-300 വ്യൂസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഓട്ടോ സബ്സ്ക്രൈബേഴ്സ് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതേമാതിരി ഓട്ടോ ഫോളോവേഴ്സൊക്കെ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പൈസ ഒന്നും കിട്ടാനില്ലല്ലോ, എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം. അവിടെ ഫോളോവേഴ്സിൻ്റെ നമ്പർ ഇങ്ങനെ കൂടും. പക്ഷെ അതേപോലെ ഇതിൽ യൂട്യൂബിൽ ചെയ്യാൻ പറ്റൂല എന്നല്ല, പറ്റും. പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞൊരു നമ്പറേ അവിടെ കൂടുള്ളൂ. പക്ഷെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ചെയ്യുന്ന ടൈമിൽ പ്രശ്നമാവും. യൂട്യൂബർക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഒരു
സബ്സ്ക്രൈബേഴ്സ് ചേഞ്ചിൽ ഈ ഫേക്ക് അക്കൗണ്ട്സ് വെച്ചിട്ട് കുറേ സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ യൂട്യൂബിന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യണ ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടാവും, നമ്മൾക്ക് മോണിറ്റൈസേഷൻ തരൂല യൂട്യൂബുകാർ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും യൂട്യൂബിലാരും ചെയ്യാതിരിക്കുക, പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനോ അങ്ങനെ പരിപാടി. പിന്നെ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ടിങ് യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര ഇതായിരുന്നു. എങ്ങനെയെങ്കിലും കൂട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഇതേപോലെ സബ് ഗ്രൂപ്പ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തരാം, എൻ്റെ തിരിച്ച് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് സബ് ചെയ്യിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ 800 സബ്സ്ക്രൈബേഴ്സ് ആക്കി. അപ്പോഴാണ് എൻ്റെ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തത്. ആ വീഡിയോ വന്ന് എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 3000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത്. അതിലൊരു 80% എനിക്ക് ആ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കിട്ടിയാണ്. ഈ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്ന് ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ ഒന്ന് സ്ലീപ്പിംഗ് സബ്സ്ക്രൈബേഴ്സ്, ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബർ, ഒന്നും ചെയ്യില്ല ജസ്റ്റ് സബ്സ്ക്രൈബർ. അതിൽ ഈ ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുന്നവരാണ് ഈ ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ്. അതാണ് എനിക്ക് കിട്ടുന്ന ഈ 200-300 വ്യൂസ്. ഞാൻ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് കിട്ടുന്ന ഒരു വ്യൂസ്. പിന്നെ ഉള്ളത് സ്ലീപ്പിംഗ് സബ്സ്ക്രൈബേഴ്സാണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രമേ കാണുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻസ് മാത്രം കാണും, ബാക്കി വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് കളയും. പിന്നെ ഉള്ളതാണ് ജസ്റ്റ് സബ്സ്ക്രൈബർ. അതാണ് എനിക്ക് കൂടുതലുള്ളത്. ആ ഒരൊറ്റ വീഡിയോ ക്ലിക്ക് ആയതുകൊണ്ട് ആ വീഡിയോ കണ്ടു, അങ്ങനെ ആ കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് അത് ചെയ്തിട്ട് പോയി. പിന്നെ അവർ ബെല്ലൈക്കണമെന്ന് പ്രശ്നം, പിന്നെ ബാക്കി നമ്മളെ വീഡിയോസ് ഒന്നും കാണാൻ സാധ്യതയില്ല. ആ ഒരൊറ്റ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയത്. ബാക്കി വീഡിയോസിനൊക്കെ അവർ കാണാത്തതുകൊണ്ടാണ് 200-300 വ്യൂസ്. ആ ഒരൊറ്റ വീഡിയോ മാത്രം 75,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ വീഡിയോ അധികം ലാഗാക്കണില്ല, സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യൂസൊക്കെ കുറവായിരിക്കും എന്ന് വെച്ചിട്ട് ആരും നിർത്തരുത്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും ഒരു വീഡിയോ ക്ലിക്ക് ആവുന്ന ഒരു ദിവസം വരും. ആ ഒരു വീഡിയോക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാനിനി ഇപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ഇനി എക്സ്ട്രാ വർക്ക് എടുക്കണം. ഒരു വീക്കിലി 2 വീഡിയോസെങ്കിലും ഇടണം, എന്നാലേ എനിക്ക് ഡോളേഴ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടായാലും വീഡിയോസ് ചെയ്യും. നിങ്ങളെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വരുന്ന വീഡിയോസുകളിൽ കാണാം. എന്തായാലും താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ബൈ.